മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ കണ്ണന്റെ മുന്നിലെത്തിയിട്ട് മഹാലക്ഷ്മി മാഡം തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നും ഞാൻ മാഡത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട് എൻ്റെ കവിളത്ത് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി തല്ലിയ കവിളത്തെ പാട് കണ്ണനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തെളിവിനായിട്ട്. പക്ഷേ ഇതിനോടകം തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള കണ്ണനാണെങ്കിൽ സാഗർ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു എന്ന ഭാവത്തിൽ ദേഷ്യം ഉള്ളിലൊതുക്കി അനന്തുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അവിടെ വെച്ച് തെളിവുകളെല്ലാം അവൻ്റെ മുന്നിൽ നിരത്തിയിട്ട് അവന് തക്ക ശിക്ഷ വിധിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സാഗറിനെയും കൂട്ടിക്കൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ കണ്ണൻ. മഞ്ജുവിൽ നിന്നും എല്ലാ കാര്യങ്ങളും അറിയുന്ന ദുർഗയും കരുണയാണെങ്കിൽ കണ്ണൻ തന്നെ മഹാലക്ഷ്മിയെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പോകുന്നു, അവളെ ആട്ടിയിറക്കി വിടാൻ പോകുന്നു എന്നാലോചിച്ച് സന്തോഷിക്കുകയാണ്. പിന്നീട് കരുണ വേഗം തന്നെ പ്രതാപിനെ വിളിച്ച് വിവരം പറയാണ്, നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയൊക്കെ നടക്കാൻ പോകുകയാണെന്നും ആ കണ്ണച്ചാര് തന്നെ അവളെ ഇവിടെ നിന്നും ഇറക്കി വിടാൻ പോകുകയാണെന്നും കരുണ പറയുന്നത് കേട്ട് മതി മറന്ന് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. ശേഷം പ്രതാപൻ വാമദേവനെ ചെന്ന് കാണുന്നുണ്ട്. അവൻ ഇന്ന് തന്നെ അവളെ ഇറക്കി വിടും. പിന്നെ കമ്പനിയുടെയും തറവാടിൻ്റെയും ഒക്കെ നിയന്ത്രണം ഉണ്ണിയുടെ കയ്യിലാണ് വരാൻ പോകുന്നത്. നമ്മുടെ പദ്ധതികൾ പലപ്പോഴായാലും പാളിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ദൈവമായിട്ട് നമ്മുടെ ആഗ്രഹം നടത്തിത്തരാൻ പോവുകയാണ്. ഇനി മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവരും സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നിയന്ത്രണം വിട്ട് കരയാണ് കേട്ടോ മഹാലക്ഷ്മി. പിന്നീട് മഞ്ജു വിവരങ്ങളെല്ലാം മേഘനെ അറിയിക്കുന്നുണ്ട്. മഞ്ജുവിൽ നിന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന മേഘനാണെങ്കിൽ തൻ്റെ പ്ലാനുകളെല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എത്താൻ പോകുന്നു. ഇനി മഹാലക്ഷ്മിയെ ഭയക്കാതെ തനിക്ക് എപ്പോൾ വേണമെങ്കിലും കമലേശ്വരത്ത് കയറി ചെല്ലാം, മാത്രമല്ല മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാം എന്നൊക്കെ ആലോചിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം കണ്ണനാണെങ്കിൽ സാഗറിനെയും കൂട്ടിക്കൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലെത്തുകയാണ്. അപ്പോൾ ലേഖയ്ക്കാണെങ്കിലും അനന്തുവിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ സാഗറിന് ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സാഗറിൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ലേഖയും. മഹാലക്ഷ്മിക്ക് എതിരായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ കമ്പനിയിലെ സ്റ്റാഫിനോട് തന്നെ എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പെരുമാറിയത് ആലോചിച്ച് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. അയാളെയാണല്ലോ ഞാൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്നത്, വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കൂടെ എന്ന് ചോദിച്ചു പോകുന്നുണ്ട് കേട്ടോ ലേഖ. സാഗർ ആണെങ്കിൽ അവളെ കണ്ണൻ ഇറക്കി വിടും, തൻ്റെ കാര്യം സേഫാണ് എന്ന് ആലോചിച്ച് മനസ്സിൽ സന്തോഷിക്കുകയാണ്. തുടർന്ന് കണ്ണൻ മഹാലക്ഷ്മിയെയും അനന്തുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. കണ്ണേട്ടൻ എന്തിനാണോ വിളിപ്പിച്ചത്, എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നാലോചിച്ച് വളരെയധികം ടെൻഷനോടുകൂടി തന്നെയാണ് കേട്ടോ മഹി വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മി വന്നു കഴിയുമ്പോൾ കണ്ണൻ അനന്തുവിനോടും ലേഖയോടായിട്ട് പറയുന്നുണ്ട്, ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ബെറ്റിൻ്റെ കാര്യം അനന്തുവിനും ലേഖയ്ക്കും ഓർമ്മ കാണുമല്ലോ. മഹാലക്ഷ്മി എന്നെൻ്റെ ഭാര്യ ഒരു കളങ്കവും ഇല്ലാത്തവളാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ രൂപത്തിൽ മാത്രമല്ല സ്വഭാവ ഗുണം കൊണ്ടും എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയാണെന്ന് സമ്മതിച്ചു തരാമെന്നല്ലേ ലേഖ ബെറ്റിലൂടെ പറഞ്ഞത്. തുടർന്ന് പറയുന്നുണ്ട്, ആ ബെറ്റിൽ നിങ്ങൾ എന്തായാലും തോറ്റു എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് സാഗരം മഹാലക്ഷ്മി എല്ലാം ഞെട്ടുന്നുണ്ട് കേട്ടോ. തുടർന്ന് അനന്തുവിനോടായിട്ട് അത് പ്ലേ ചെയ്യാനായിട്ട് കണ്ണനെ ആവശ്യപ്പെടുമ്പോൾ അനന്തു ആണെങ്കിൽ ആ ക്യാമറയിലെ ദൃശ്യം അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ക്യാബിനിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണുന്നതും അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പടാവുകയാണ് കേട്ടോ സാഗർ ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ട് മഹാലക്ഷ്മിയും ശരിക്കും ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ മഹിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവൻ എന്നോട് തന്നെ പറ്റി ചിലത് പറഞ്ഞപ്പോൾ തന്നെ അന്നേ ഞാൻ ഇവനെ തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ മഹി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത് അനന്തുവിൻ്റെയും ലേഖയുടെയും മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അനന്ത് പറഞ്ഞ ആ കളിക്ക് ഞാൻ കൂട്ടുനിന്നത്, തന്നെ അവനോടൊപ്പം ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ എല്ലാം അറിയാമായിരുന്നു എന്നുള്ള ആ സത്യം അറിഞ്ഞ് ഞെട്ടുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. ഇതേ സമയം സാഗറാണെങ്കിൽ കണ്ണൻ തന്നെ കയ്യോടെ പിടികൂടി എന്നാലോചിച്ച് സ്തബ്ധനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഇവനുള്ള ശിക്ഷ വിധിക്കേണ്ട സമയമായിരിക്കുന്നു. നീ മഹിയോട് എന്താ പറഞ്ഞത്, വീൽ ചെയറിലിരിക്കുന്ന എനിക്ക് നിന്റെ മുഖം കുനിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കരണം അടിക്കുമെന്നല്ലേ. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ പോകുന്നത് അനന്തു ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ സാഗർ. അങ്ങനെ കണ്ണൻ്റെ ആ വാക്കുകൾ കേൾക്കേണ്ട താമസം അനന്തു സാഗറിൻ്റെ കരണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്തായാലും സാഗറിനെ മഹിയോട് ഇത്രത്തോളം ക്രൂരത ചെയ്ത് സാഗറിനെ പോലീസിൽ ഏൽപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ ശരിക്കും പെട്ടുപോയി എന്ന് ഉറപ്പാകുമ്പോൾ
തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് മേഘനാണെന്നുള്ള സത്യം സാഗർ തുറന്ന് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും മഹാലക്ഷ്മിയുടെ ആ നന്മ തിരിച്ചറിഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ലേഖ. ഇതേ സമയം തന്നെ ഇത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത കണ്ണന് മുന്നിൽ കൈ കൂപ്പുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്